السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين القائل الحج أشهر معلومات وأشهد أن لا إله إلا الله وحده لا شريك له الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد وأشهد أن سيدنا ونبينا محمدا عبده ورسوله وصلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين أما بعد. ജംറകളെ എറിയാൻ പകരം ഏൽപ്പിക്കൽ. നമുക്കറിയാം, ദുൽഹജ്ജ് 10 പെരുന്നാൾ ദിവസത്തെ ജംറത്തുൽ അഖബയിൽ ഏറും, അയ്യാമുത്ത ശരീഖിലെ 3 ജംറകളിൽ ഏറും, ദുൽഹിജ്ജ 13 അസ്തമയത്തിന് മുമ്പ് എറിഞ്ഞു പൂർത്തീകരിച്ചാൽ മതി. ഹജ്ജിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്ന സ്ഥലമാണ് ജംറകൾ. പരിമിതമായ സമയത്തിനുള്ളിൽ കർമ്മം അനുഷ്ഠിച്ച് തീർക്കാനുള്ള വ്യഗ്രതയാണ് പലപ്പോഴും അപകടങ്ങളിലേക്ക് എത്തിക്കുന്നത്. ദുൽഹിജ്ജ 13 അസ്തമയത്തിന് മുൻപ് അഥവാ സമയം അവസാനിക്കുന്നതിന് മുൻപ് നീങ്ങുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗമോ അറസ്റ്റ് പോലുള്ളതോ കാരണത്താൽ സ്വയം എറിയാൻ കഴിയാത്തവർ മറ്റൊരാളെ എറിയാൻ ഏൽപ്പിക്കണം. ഏൽപ്പിക്കപ്പെടുന്നവർ ബന്ധുക്കളോ പരിചയക്കാരോ ആയിരിക്കണം എന്നില്ല. അതുപോലെ പകരം എറിയുന്നവർ ഇഹ്റാമിലായിരിക്കലും നിർബന്ധമില്ല എന്ന വസ്തുത മനസ്സിലാക്കേണ്ടതാണ്. എന്നാൽ പകരം എറിയുന്നവർ ഇഹ്റാമിലുള്ളവരാണെങ്കിൽ അവൻ്റെ സ്വയം എറിയൽ 3 ജംറകളിലും പൂർത്തീകരിച്ച ശേഷം മാത്രമേ പകരമായി എറിയാൻ പാടുള്ളൂ എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാതിരുന്നാൽ ആദ്യം എറിഞ്ഞത് അവൻ്റേതായി ഗണിക്കപ്പെടുകയും തുടർന്ന് എറിഞ്ഞത് നഷ്ടപ്പെടുകയും ചെയ്യും. ഓർക്കുക, ഏൽപ്പിക്കുന്നവർ കല്ല് കൊടുക്കലും ഏൽപ്പിക്കുമ്പോഴോ കല്ല് കൊടുക്കുമ്പോഴോ തക്ബീർ ചൊല്ലലും സുന്നത്താണ്. തിരക്കിൻ്റെ കാരണം പറഞ്ഞ് എറിയാൻ മറ്റൊരാളെ ഏൽപ്പിക്കാതെ തിരക്കില്ലാതെ പ്രഭാത സമയത്തോ രാത്രിയോ പോയി സ്വയം എറിയുകയാണ് വേണ്ടത്. രോഗമുള്ളതിൻ്റെ പേരിൽ മറ്റൊരാളെ ഏൽപ്പിച്ചു, അവൻ എറിയുകയും ചെയ്തു. അയ്യാമുത്ത ശരീക്ക് കഴിയും മുമ്പ് അയാൾക്ക് രോഗം മാറുകയും തടസ്സം നീങ്ങുകയും ചെയ്താൽ പിന്നീട് സ്വയം എറിയേണ്ടതില്ല എന്ന് തന്നെയാണ് നിയമം. ഇക്കാര്യം ഇലാഹ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നോക്കൂ, 3 രാത്രി മിനയിൽ താമസിക്കലും 3 ദിവസം എറിയലുമാണ് ഉത്തമം. എന്നാൽ ധൃതിയിൽ പുറപ്പെടേണ്ടവർ 2-ാം ദിവസം എറിഞ്ഞ ശേഷം സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് മിനയുടെ അതിർത്തി വിട്ടുകിടക്കണം. അവർക്ക് രാത്രി താമസവും പിറ്റേന്ന് എറിയലും ഒഴിവാക്കാം. സൂര്യാസ്തമയത്തിന് മുൻപ് മിന വിട്ടുകിടക്കാൻ സാധിച്ചില്ല എങ്കിൽ 3-ാം രാത്രി താമസിക്കലും പിറ്റേ ദിവസം എറിയലും നിർബന്ധമായി വരും. ആദ്യത്തെ 2 രാത്രികളിൽ മിനായിൽ താമസിച്ചവർക്ക് ധൃതിയിൽ പുറപ്പെടാൻ പാടുള്ളൂ എന്ന നിയമം അറിഞ്ഞിരിക്കണം. ഇങ്ങനെ ധൃതിയിൽ പോകുന്നവർ 3-ാം ദിവസത്തെ എറിയൽ മുൻകൂട്ടി എറിയേണ്ടതും ഇല്ല. ബാക്കി വരുന്ന കല്ലുകൾ മിനയിൽ ഉപേക്ഷിക്കുകയോ ആവശ്യക്കാർക്ക് കൊടുക്കുകയോ ചെയ്യാവുന്നതാണ്. 12 രാത്രി മിനയിൽ താമസിച്ച് 12 പകലിൽ എറിഞ്ഞ് 13 രാത്രി താമസവും പകലിൽ ഏറുമൊഴിവാക്കി പോകുന്നതിന് ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. ഇത് പഠിക്കണമെന്ന ആവശ്യമുള്ളവർ ഈയുള്ളവൻ്റെ ദുൽഹജ്ജ് 12 മിന വിടുന്നവരോട് എന്ന എൻ്റെ ഹജ്ജിൻ്റെ ക്ലാസ് വിലയിരുത്തി കേൾക്കേണ്ടതാണെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. എറിയാനെടുത്ത ബാക്കി വരുന്ന കല്ലുകൾ കൂടെ കൊണ്ടുപോകൽ കറാഹത്താണ്. നോക്കൂ, ഒരു കല്ല് ഒഴിവായി പോവുകയും ഏത് ജംറയിലാണ് കുറവ് വന്നതെന്ന് നിശ്ചയമില്ലാതെയും വന്നാൽ ബാക്കി വന്നത് ആദ്യ ജംറയിലാണെന്ന് കണക്കാക്കി ആ കല്ല് ആദ്യ ജംറയിൽ എറിയലും ബാക്കി ജംറകൾ മടക്കി എറിയലും നിർബന്ധമാണ്. ഇക്കാര്യം പലരും ശ്രദ്ധിക്കാറില്ല. ഓരോ ജംറകൾക്കിടയിലും ഒരു ജംറയിലെ തവണകൾക്കിടയിലും വിട്ടുപിരിക്കാതെ തുടരെ എറിയൽ സുന്നത്താണ് എന്ന കാര്യവും മറന്നുപോകരുത്. മിനയിൽ നിന്ന് ജംറകൾ എറിഞ്ഞ് പുറപ്പെടുന്നതോടെ ഹജ്ജിൻ്റെ അമലുകളെല്ലാം പൂർത്തിയായി. ഇനി അവശേഷിക്കുന്ന ഒരേ ഒരു കർമ്മം വദാഇൻ്റെ തവാഫ് മാത്രമാണ്. അത് മക്കയിൽ നിന്ന് പുറപ്പെടുമ്പോൾ നിർവഹിക്കേണ്ടതും ആണ്. നല്ല കാര്യങ്ങളിൽ സഹായികളാകാൻ എല്ലാവർക്കും സർവാധിനാഥൻ ഉദക്കം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ
വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.